തുടർന്ന് എനിക്ക് പറയാനുള്ളത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ പ്രസന്റേഷൻ ഓഫ് എനി ഇൻഫർമേഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് വേ ഈസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഏതൊരു വിവരവും ശാസ്ത്രീയമായി വിശദീകരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂസ് പേപ്പർ ഒരു ആക്സിഡന്റ് സീൻ വിശദീകരിക്കുകയാണെന്ന് വിചാരിക്കും. നമ്മൾ എപ്പോഴും ന്യൂസ് പേപ്പറിൽ കാണുന്ന ഒരു വാർത്തയാണ് ഒരു ആക്സിഡന്റ്. അത് വേണമെങ്കിൽ നമുക്ക് വാക്കുകളിലൂടെ വിശദീകരിക്കാം. ഒരു വാഹനം ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ മറ്റൊരു വാഹനവുമായി അത് റോഡ് ചില ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അത് കൂട്ടിയിടിക്കപ്പെടുകയെന്ന് വിചാരിക്കുന്നു. വാഹനത്തിലുള്ളവർ കുറേ പേർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു. രണ്ട് വാഹനങ്ങളിലുള്ളിലും അപകടങ്ങൾ സംഭവിക്കുന്നു. അതൊരു പ്രത്യേക ദിവസത്തിലാണ് നടന്നത്, ഒരു പ്രത്യേക സമയത്താണ് നടന്നത്. അതിൽ കുറേ പേർക്ക് പരിക്ക് സംഭവിക്കുന്നു. ചിലരുടെ പരിക്ക് ഗുരുതരമാണ്, ചിലരുടേത് വളരെ നിസ്സാരമാണ്, ചിലർക്ക് നിർഭാഗ്യവശാൽ മരണം സംഭവിക്കുന്നു എന്ന് വിചാരിക്കൂ. ഇങ്ങനെ ഒരു അര പേജിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് എ അൺസിസ്റ്റമാറ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് ആൻ ഇൻസിഡന്റ്. ഞാനൊരു സംഭവം ഒട്ടും ശാസ്ത്രീയമല്ലാതെ വിശദീകരിക്കുകയാണ് എന്നാണ് അതിനെ വിളിക്കുക. അത് ഒരിക്കലും എന്തല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. എന്നാൽ ഞാനതൊരു ടാബിളിന്റെ സഹായത്തോടെ, ഞാനതൊരു പർട്ടിക്കുലർ ഡേറ്റ് ഇട്ടുകൊണ്ട്, ഞാൻ ആക്സിഡന്റിന്റെ പരിക്കേറ്റവരുടെ ഒരു ടാബിൾ വരച്ചുകൊണ്ട് ഞാനതിൽ സീരിയസ് ആയി പരിക്കേറ്റവരെ കുറിച്ച് പറയുന്നു. അതിന്റെ നമ്പർ അതിൽ പ്രസന്റ് ചെയ്യുന്നു. അതൊരു ടേബിൾ ഫോമിൽ വരയ്ക്കുന്നു. ഞാൻ അതിൻ്റെ താഴെ അതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് വരയ്ക്കുന്നു, പരിക്കേറ്റവരുടെ ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം. ഇങ്ങനെ ഞാൻ വിശദീകരിച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ കൂടുതൽ അട്രാക്ഷൻ ഇതിനാണ്. ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ വായിക്കുന്നതിലും ഈസി ആയിരിക്കും അതൊരു ചിത്രത്തിന്റെ സഹായത്തോടെ, അതൊരു പ്രത്യേക ഒരു ടാബിളിന്റെ സഹായത്തോടെ, ഒരു ബാർ ഡയഗ്രത്തിന്റെ സഹായത്തോടെ, ഒരു പൈ ഡയഗ്രത്തിന്റെ സഹായത്തോടെയൊക്കെ ഞാൻ ഇതേ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത് എന്താണ്? എ ബൾക്ക് ഡാറ്റ, എ ഹ്യൂജ് ലാർജ് ഡാറ്റ കോൺസെൻട്രേറ്റ് ഇൻടു എ സ്മാൾ ഇവന്റ്. ഒരു ചെറിയ സംഭവമാക്കി അതിനെ വിശദീകരിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്, അത് ശാസ്ത്രീയമായിരിക്കും. ഇറ്റ് ഈസ് സയന്റിഫിക്, അതിന് ഒരു ശാസ്ത്രീയതയുടെ അടിത്തറയുണ്ടായിരിക്കും. ഇറ്റ് വിൽ യൂസ് ടാബിൾസ് ആൻഡ് ഗ്രാഫ്സ്, അതിൽ ടാബിളുകളും ഗ്രാഫുകളും നമ്മൾ ഉപയോഗിക്കും. ഇറ്റ് വിൽ ബി അട്രാക്റ്റീവ്, അത് കൂടുതൽ ആകർഷകമായിരിക്കും. വി വിൽ യൂസ് പിക്ചേഴ്സ്, നമ്മളതിനു വേണ്ടി പിക്ചേഴ്സ് യൂസ് ചെയ്യും. ഇങ്ങനെ ഒരു വലിയൊരു സംഭവത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയി പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എനിത്തിങ് ഇറ്റ് പ്രസന്റ് എ ഹ്യൂജ് ഡേറ്റ ഇൻ എ സിമ്പിൾ വേ, എ സിസ്റ്റമാറ്റിക് വേ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാത്സ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രാഫ്സ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാബിൾസ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് നമ്പേഴ്സ് ആയിട്ടും ഗ്രാഫ് ആയിട്ടും ഒക്കെ നമ്മൾ ഇതേ സംഭവം വിശദീകരിച്ചാൽ അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഈ ഇലക്ഷന് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട ഒരു സാധനമായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് നമുക്ക് കേരളത്തിൽ 140 മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ ഓരോ വോട്ടറോടും നിങ്ങൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളൊരു പ്രവചനം നടത്തുകയാണെങ്കിൽ അതൊരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, അതൊരിക്കലും പ്രാവർത്തികമല്ലെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ചെയ്ത എല്ലാ മീഡിയകളും ചെയ്ത ടെക്നിക്ക് എന്തായിരുന്നു? വളരെ കുറച്ച് ആളുകളെ റാൻഡമായി സെലക്ട് ചെയ്യുന്നു. റാൻഡമൈസ് പറഞ്ഞാൽ യാതൊരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ നറുക്കെടുപ്പിലൂടെയൊക്കെ ചില ആളുകളെ, രാഷ്ട്രീയപരമായ ചിന്താഗതി ഇല്ലാത്ത ആളുകളെ, ഇറ്റ് ഈസ് കോൾഡ് സാമ്പിൾ. ആ ഒരു സാമ്പിളിൽ നിന്നാണ് വി മേക്ക് എ പ്രഡിക്ഷൻ. നമ്മളൊരു പ്രവചനം നടത്തുകയാണ്. കേരളം ഈ രീതിയിൽ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ഈ രീതിയിൽ ചിന്തിക്കുന്നു. ദിസ് ഈസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇങ്ങനെ കിട്ടുന്ന വലിയൊരു 3 കോടി 3.5 കോടി ജനങ്ങളിൽ നിന്നും ഒരു 10,000-15,000 ആളുകളെ മാത്രം സെലക്ട് ചെയ്യുന്നതിനെയാണ് വി കോൾ സാമ്പിൾ. ഈ സാമ്പിളിൽ നിന്ന് വി റീച്ച് ദ കൺക്ലൂഷൻ, വി എൻലാർജ് ദ ഇൻഫർമേഷൻ. ഈ സാമ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മൊത്തത്തിലേക്ക് എത്തുന്നതിനെയാണ്, അതായത് സിമ്പിൾ ടു ലാർജ്, സിമ്പിളായ ഇൻഫർമേഷനിൽ നിന്ന് ലാർജിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അങ്ങനെ ഒരു പ്രവചനം ഇറ്റ് മേ ഹാവ് സം എറേഴ്സ്. ഇത്തരം പ്രവചനങ്ങൾ ഏത് സമയം 100% ഷുവർ ആവണമെന്നില്ല. ദർ മേ ബി സം എറേഴ്സ്, ചില തെറ്റുകൾ കടന്നുകൂടാം. സോ സം എറേഴ്സ് ആർ കോമൺ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അതൊരു ബൾക്കായൊരു ഡേറ്റ്, മൊത്തം ആളുകളെ നമ്മളെടുത്ത് ഇന്റർവ്യൂ ചെയ്താൽ പോലും അതിൽ ചില എറേഴ്സ് വരാം. അപ്പോൾ ഇറ്റ് ഈസ് ബെസ്റ്റ് മെത്തേഡ് ഈസ് എ സാമ്പിൾ. ഒരു സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട്
കാര്യങ്ങൾ പഠിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഈ ഒരു എക്കണോമിക്സിൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ഗവൺമെന്റ് അതിന്റെ വിവിധ പ്ലാനിങ്ങുകൾ ഉപയോഗിക്കുന്നു, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉപയോഗിക്കുന്നു, ബോർഡുകൾ ഉപയോഗിക്കുന്നു, വിവിധ കമ്പനീസ് ഉപയോഗിക്കുന്നു, ഈവൻ കോമൺ മാൻ, ഒരു സാധാരണക്കാരൻ പോലും ഉപയോഗിക്കുന്നതാണ്. ഒരു വലിയ ഇൻഫർമേഷനിൽ നിന്നും ഒരു ചെറിയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സാമ്പിൾസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റ് ത്രൂ ഔട്ട് നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് സാമ്പിൾസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ആക്ടിവിറ്റിയും കണക്റ്റഡ് വിത്ത് പണം ഉണ്ടെങ്കിൽ it is called economic activity. Any activity which has zero role of cash is called uneconomic activities. പണം ഒരു സ്വാധീനവും ചെലുത്തുന്നില്ലെങ്കിൽ, പണത്തിന് വേണ്ടി അല്ലാത്ത വർക്കിന്, ഫോർ എക്സാമ്പിൾ ചാരിറ്റീസ്, ഓർഫണേജസ്, പല അനാഥാലയങ്ങൾ ഒക്കെ വർക്ക് ചെയ്യുന്ന എന്താണ്? അൺഎക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എവറി എക്കണോമി. ഏതൊരു സാമ്പത്തിക വ്യവസ്ഥയിലും അൺഎക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓൾസോ ഇമ്പോർട്ടന്റ്. ബട്ട് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കംപ്ലീറ്റ് അൺഎക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ദേ ഓൾസോ കളക്ട് ക്യാഷ് ഫ്രം വേരിയസ് സോഴ്സസ്. അതിലും എന്തുണ്ട്? എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ മെയിൻ ആക്ടിവിറ്റി ഇൻ എവറി എക്കണോമി, ഇൻ എവറി നാഷൻ ഈസ് കോൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഒരു എക്കണോമി, ഒരു സാമ്പത്തിക വ്യവസ്ഥ, ഒരു സാമ്പത്തിക വ്യവസ്ഥ എന്നാൽ എന്താണ്? കുറേ ജനങ്ങൾ ഒരു രാജ്യത്തിനകത്ത് പലവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ ഒരു രാജ്യത്തിനെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം? എക്കണോമി അഥവാ സാമ്പത്തിക വ്യവസ്ഥ എന്ന് വിളിക്കാം. കാരണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളിലും ഇറ്റ് ഹാപ്പൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാഷ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിനാൻസ്. അങ്ങനെ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ നിർബന്ധമായി ഉണ്ടാകുന്ന ഒരു ആക്ടിവിറ്റിയാണ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം. മറ്റൊന്ന് എക്സ്ചേഞ്ച് അഥവാ വിനിമയം, മറ്റൊന്ന് കൺസംഷൻ അഥവാ ഉപഭോഗം, മറ്റൊന്ന് ഡിസ്ട്രിബ്യൂഷൻ അഥവാ വിതരണം. You please understand that all these activities are corely connected with the money because it is called economic activity. We give importance to economic activities. We are neglecting or giving little importance to uneconomic activities. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ എപ്പോഴും പ്രതിപാദിക്കുന്നത് ഏതിനെ കുറിച്ചായിരിക്കും? എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചായിരിക്കും. ഇത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോഴാണ് ഇത് എന്താകുന്നത്? ഇറ്റ് ഈസ് എക്കണോമിക്സ്. അല്ലെങ്കിൽ ഇതിനെ എന്ത് വിളിക്കാൻ കഴിയില്ല? ഇതിനെ എക്കണോമിക്സ് എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസിലെ ഒരു മെയിൻ ഫാക്ടറാണ് പ്രൊഡക്ഷൻ. ഇവന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ ഒരു ചെരുപ്പ് കമ്പനിയുടെ പ്രൊഡക്ഷനാണ്. വി യൂസ് റൈസ്, നമ്മൾ അരി ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് ഫ്രം ദ പ്രൊഡക്ഷൻ കമ്പനി ഓഫ് റൈസ്. റൈസ് മീൻസ് അരിമില്ലുകളാണ് അത് ഉണ്ടാക്കുന്നത്. വി മേക്ക് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഫുഡ് ഫാക്ടറീസ്. വി മേക്ക് ഡിഫറെന്റ് ഫിലിംസ്. ഒരുപാട് ഫിലിംസുകൾ ഉണ്ടാകുന്നു. ഫിലിം പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. അഗ്രികൾച്ചർ സെക്ടർ, യു ഗോ ടു ഫാർമേഴ്സ് സൈഡ്, കാർഷിക മേഖലയിലേക്ക് പോയി നോക്കൂ. യു ക്യാൻ സീ മില്യൺസ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. യു ഗോ ടു നമ്മുടെ വീടുകളിലെ ജനലുകൾ ഉണ്ടാക്കുന്ന അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, സിമെന്റ് കമ്പനീസ്, ഇവരൊക്കെ നടത്തുന്ന പ്രവർത്തനമാണ് പ്രൊഡക്ഷൻ. സോ വാട്ട് ഈസ് പ്രൊഡക്ഷൻ? Production is an economic activity. In production, something is producing, something is making, something new is making. ചില പുതിയ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? We call it production എന്ന് പറയുന്നത്. So production is the transformation of inputs into output എന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ചില ഇൻപുട്ടുകൾ, ഫോർ എക്സാമ്പിൾ ചില ഗോതമ്പ് അതുപോലെ ഗോതമ്പ് പൊടി, ഇതിനെയൊക്കെ ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത്. സോ ബ്രെഡ് ഈസ് എ ബ്രെഡ് കമ്പനി മേക്കിംഗ് എ പ്രൊഡക്ഷൻ ഓഫ് എ ഫുഡ് ആക്ടിവിറ്റി. അതൊരു ഫുഡ് യൂണിറ്റ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിക്കൂ. their starting point is wheat. ഗോതമ്പിൽ നിന്നാണ് അവരുടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് വിചാരിക്കൂ. ഇറ്റ് ഈസ് കോൾഡ് ഇൻപുട്ട്. അതിനെ നമ്മൾ ഇൻപുട്ട് എന്ന് വിളിക്കുന്നു, അഥവാ നിവേശങ്ങൾ എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു സിമെന്റ് കമ്പനി പാറപ്പൊടിയിൽ നിന്നാണ് അവരുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ that rock powder is called a raw material. It is called an input. അതിനെ നമ്മൾ ഇൻപുട്ട് അഥവാ നിവേശങ്ങൾ എന്ന് വിളിക്കുന്നു. ആ നിവേശങ്ങളാണ് പിന്നീട് എന്താകുന്നത്? പ്രൊഡക്ഷന്റെ ഭാഗമായി we make it as a final product. അതിനെ നമ്മളൊരു അന്തിമ ഉൽപ്പന്നമാക്കി മാറ്റുന്നു. What is production? Production is the transformation or change of inputs into output. ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകളാകുന്ന അല്ലെങ്കിൽ നിവേശങ്ങൾ അന്തിമ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രക്രിയയാണ് നമ്മൾ ഉൽപാദനം എന്ന് വിളിക്കുന്നത്. യു ക്യാൻ സീ ഇൻ എവറി സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ദ റോൾ ഓഫ് മണി. പണത്തിന്റെ റോൾ നിങ്ങൾക്ക് ഉൽപാദനത്തിന്റെ ഓരോ പ്രക്രിയയിലും കാണാൻ കഴിയും. ബിക്കോസ് എവറി പ്രൊഡക്ഷൻ യൂണിറ്റ്
Every production factory acquire labor, they rent labor, they buy labor. So by buying labor, they give wages to that people. Laborsന് ഉപയോഗിക്കുന്നു, തൊഴിലാളികൾ ഉപയോഗിക്കുന്നു, അവർക്ക് വേതനം നൽകുന്നു. They use raw materials, അവർ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നു. They give cash to it, ആ അസംസ്കൃത വസ്തുക്കൾക്ക് അവർ പണം നൽകുന്നു. They use electricity, they pay electricity bill, അവർ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു, അവർ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നു. See, they use transportation for making this production a successful one. They give cash to the production units. അവർ അതിനെ ട്രാൻസ്പോർട്ടേഷൻ അഥവാ വിതരണ കേന്ദ്രങ്ങൾക്ക് ക്യാഷ് നൽകുന്നു, തൊഴിലാളികൾക്ക് ക്യാഷ് നൽകുന്നു, ഇതിനു വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഫാക്ടറികൾക്ക് ക്യാഷ് നൽകുന്നു, അസംസ്കൃത വസ്തുക്കൾക്ക് ക്യാഷ് നൽകുന്നു. ഇങ്ങനെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാഷ് ആണ്. സോ പ്രൊഡക്ഷൻ ഈസ് ആൻ വെരി ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി ഓഫ് എവറി എക്കണോമി. ഏതൊരു സമ്പദ് വ്യവസ്ഥയിലെയും മർമ്മപ്രധാനമായ ഭാഗമാണ് ഉൽപാദനം. ഏതൊരു സാമ്പത്തിക വ്യവസ്ഥയും ആരംഭിക്കുന്നത് തന്നെ ഉൽപാദനത്തിന്റെ സഹായത്തോടെയാണ്. When production increases, product increases. ഉൽപാദനം വർദ്ധിക്കുന്തോറും ഉൽപ്പന്നങ്ങളുടെ അളവ് വർദ്ധിക്കുന്നു. നിങ്ങൾ കാണൂ, ഈ ഒരു 1-2 വർഷമായിട്ട് സാമ്പത്തിക വ്യവസ്ഥ വളരെ അധികം മന്ദഗതിയിലാണ്. We call it as a recession. നമ്മളിതിനെ റിസഷൻ എന്നാണ് വിളിക്കുക. You can see production cut down. ഉൽപാദനം വൻതോതിൽ കുറയുന്നു. ഉൽപാദനം കുറയുമ്പോൾ what is happening, economic activities are also reducing, economic activities are also falling. സാമ്പത്തിക പ്രവർത്തനങ്ങൾ കുറയുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങൾ കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? The role of money is falling. പണത്തിന്റെ പ്രാധാന്യം കുറയുന്നു. So the income of the people are falling. ആളുകളുടെ വരുമാനം നിലയ്ക്കുന്നു. അപ്പോൾ every economy there must be production. ഉൽപാദനം വേണം. Production is an economic activity. ഉൽപാദനം ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. Production is the backbone of every economy. ഏതൊരു സാമ്പത്തിക വ്യവസ്ഥയുടെയും നട്ടെല്ല് തന്നെ ഉൽപാദനം ആണ്. Production, in production you can see something new is producing, some innovation is happening. പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. അക്യുമുലേഷൻ ഈസ് ഹാപ്പനിങ്. കൂടുതൽ ഉൽപാദനങ്ങൾ. പോസിറ്റീവാണ് പ്രൊഡക്ഷൻ. എപ്പോഴും ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പ്രൊഡക്ഷന് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സിനെയാണ് what we make. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, മുംബൈയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു മൊബൈൽ ആണെന്ന് വിചാരിക്കും. ആ മുംബൈയിൽ പ്രൊഡ്യൂസ് ചെയ്ത മൊബൈൽ വി ആർ യൂസിങ്. നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു ഗ്രാമങ്ങളിൽ അത് ഉപയോഗിക്കുന്നുവെങ്കിൽ there must be distribution. അതിന് നമ്മൾ ആ ഉൽപാദനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. എവറി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടിങ്. ഡിസ്ട്രിബ്യൂഷന്റെ ഇടയിലുള്ള സാധനമാണ് വാട്ട് ഈസ് എക്സ്ചേഞ്ച്. സപ്പോസ് ഒരു കമ്പനി ഒരു വ്യക്തിക്ക് ഇത് കൊടുക്കുന്നു എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് കോൾഡ് എക്സ്ചേഞ്ച്. എ എന്ന വ്യക്തി അത് ബി എന്ന ആൾക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്സ്ചേഞ്ച്. സോ വാട്ട് ഈസ് എക്സ്ചേഞ്ച്? Exchange means a produced good is transforming or moving from one area to another, or one company to a person, or one person to another person. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിൽ നിന്നോ ഒരു കമ്പനിയിൽ നിന്ന് ഒരു പ്രദേശത്തേക്കോ ഒക്കെ ഈ വസ്തുക്കൾ ഒഴുകി നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് എക്സ്ചേഞ്ച് അഥവാ വിനിമയം. ഇറ്റ് ഈസ് എ മൂവബിൾ ഫാക്ടർ. മൊബിലിറ്റി എന്നാണ് ഇതിന് വിളിക്കുക. അതിനെപ്പോഴും ഒരു ചലനാത്മകതയുണ്ട്. ബിക്കോസ് എ പ്രൊഡ്യൂസ്ഡ് കമ്മോഡിറ്റി ഫാസ്റ്റ്ലി മൂവിങ് അവേ ഫ്രം ദാറ്റ് കമ്പനി ടു റിമോട്ട് ഏരിയാസ്. പല ഭാഗങ്ങളിലേക്ക് അത് നടക്കുന്നു. ഇതിൻ്റെ ഉള്ളിലും നിങ്ങൾക്കറിയാം ദാറ്റ് ഈസ് എക്സ്ചേഞ്ച്. നമ്മളൊരു ഫുഡ് ഒരു ഓൺലൈനിൽ നിന്നും നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്ത ഫുഡ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അത് പാക്ക് ചെയ്യുന്നു, അത് അവർക്ക് കൈമാറുന്നു, വിതരണം നടക്കുന്നു. ആ പാർസൽ കമ്പനി അത് നമ്മുടെ വീടുകളിൽ നമുക്ക് കൊടുത്തു തരുന്നു. ദർ ഈസ് എക്സ്ചേഞ്ച്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് നടക്കുന്നു? ദർ ഈസ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, മണി ആക്ടിവിറ്റീസ്, പണത്തിന്റെ പ്രാധാന്യം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡിസ്ട്രിബ്യൂഷനും എക്സ്ചേഞ്ചും ഏതിന്റെ ഭാഗമാണ്? ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ ആർ മോർ ഓർ ലെസ് സിമിലർ and they are the major part of economic activities. Every economic activity is very important to every nation is concerned. ഏതൊരു രാജ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരിക്കും എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇങ്ങനെയുള്ള ഒരു പഠനമാണ് നിങ്ങൾക്ക് വേണ്ടത്. കൺസംഷൻ എന്നാൽ എന്താണ്? ദ പ്രൊഡ്യൂസ്ഡ് കമ്മോഡിറ്റി. സപ്പോസ് ആ ഒരു മൊബൈൽ സി എന്നൊരാളിലേക്ക് എത്തിയെന്ന് വിചാരിക്കും. സപ്പോസ് ദാറ്റ് പേഴ്സൺ ഈസ് യൂസിങ് ദാറ്റ് ഫോൺ. അയാൾ ആ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി വിചാരിക്കും. ഇറ്റ് ഈസ് കോൾഡ് കൺസംഷൻ. സോ എക്കണോമിക്സിൽ കൺസംഷൻ എന്നാൽ നമ്മൾ തിന്നു തീർക്കുന്ന സാധനങ്ങൾ എന്ന് മാത്രം ഉദ്ദേശിക്കരുത്. കൺസംഷൻ ഈസ് എ വൈഡ് ടേം.
സപ്പോസ് യു വാച്ച് എ സീനറി, നിങ്ങളൊരു പ്രകൃതി ആസ്വദിച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കൺസംഷൻ. യു ആർ യൂസിങ് എ റൂം, നിങ്ങളൊരു ബെഡ്റൂം യൂസ് ചെയ്താൽ ഇറ്റ് ഈസ് ഓൾസോ കൺസംഷൻ. സപ്പോസ് യു ആർ വാച്ചിങ് എ മൂവി, യു ആർ കൺസ്യൂമിങ് ദാറ്റ് മൂവി, നിങ്ങൾ ആ മൂവി കൺസ്യൂം ചെയ്യുകയാണ്, ഉപയോഗിക്കുകയാണ്. So consumption is also economic activity. When we go to a theater, when we watch a movie, we pay cash. നമ്മൾ അതിനു വേണ്ടി cash കൊടുക്കുന്നു. So consumption, distribution, exchange, production are more or less similar and they are interconnected. എല്ലാ പദങ്ങളും തമ്മിൽ പരസ്പരം ബന്ധിതമാണ്, പരസ്പരം കണക്റ്റഡ് ആണ്. സപ്പോസ് പ്രൊഡക്ഷൻ മാത്രം ഒരു സ്ഥലത്ത് നടക്കുന്നു എന്ന് വിചാരിക്കുക, ഈ ഒരു 3 പ്രോസസ്സും ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഈസ് എ വേസ്റ്റ്. ആ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ അതുപോലെ ഡംപ് ചെയ്യപ്പെട്ട് കിടന്നാൽ ദാറ്റ് കമ്പനി മസ്റ്റ് ഗെറ്റ് പ്രോഫിറ്റ്. ആ കമ്പനി എന്തിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്? ദെയർ എയിം ഈസ് പ്രോഫിറ്റ്. അവർക്ക് ലാഭം കിട്ടണം. ബിക്കോസ് ദേ ഹാവ് സ്പെൻഡ് lakhs of rupees. അവർ കുറേ പൈസ അതിനു വേണ്ടി ചെലവഴിച്ചു വിചാരിച്ചു. ഹൗ ദേ ഗെറ്റ് പ്രോഫിറ്റ്? ദേ ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്. അവർക്കത് വിതരണം ചെയ്യണം. ദേ ഹാവ് ടു എക്സ്ചേഞ്ച് ഇറ്റ്. അത് അവർക്ക് കൈമാറണം. That product should be consumed by persons. ആ ഉൽപ്പന്നം പല ആളുകൾ ഉപയോഗിക്കണം. When we consume a product, we pay cash. അപ്പോൾ this is are all connected. Production, exchange, consumption, distribution are all. When more production, കൂടുതൽ ഉൽപാദനം സംഭവിച്ചാൽ there is high chance for more exchange. കൂടുതൽ വിനിമയത്തിന് സാധ്യതയുണ്ട്, കൂടുതൽ വിതരണത്തിന് സാധ്യതയുണ്ട്, കൂടുതൽ ഉപഭോഗത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ when production increases, exchange will increase, consumption will increase, distribution will increase. Generally പൊതുവായി ഇവയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ എക്സ്ചേഞ്ച് കുറയും, കൺസംഷൻ കുറയും, ഡിസ്ട്രിബ്യൂഷൻ കുറയും. വളരെ മോശപ്പെട്ട ഈ അവസ്ഥയിൽ, ഈ സാമ്പത്തിക വ്യവസ്ഥയിൽ ഇതൊക്കെ നെഗറ്റീവായിരിക്കും. പ്രൊഡക്ഷൻ കുറയുന്നു, എക്സ്ചേഞ്ച് കുറയുന്നു, കൺസംഷൻ കുറയുന്നു, ഡിസ്ട്രിബ്യൂഷൻ കുറയുന്നു. അപ്പോൾ രാജ്യത്തിന്റെ GDP കുറയും. GDP കുറഞ്ഞാൽ ആ രാജ്യത്തിന്റെ വളർച്ച മുരടിച്ചാൽ അത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ മൊത്തം താറുമാറാക്കും. സോ എക്കണോമിക്സ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. യു മസ്റ്റ് സ്റ്റഡി ഇറ്റ് ഇൻ ഡീറ്റെയിൽ. നിങ്ങൾക്കത് വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചു പോകേണ്ട ഒരു വിഷയമാണ്. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ സബ്ജക്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ്. ഇത്രയും ഇന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. അടുത്ത വെള്ളിയാഴ്ച നിങ്ങളെ വീണ്ടും കാണാം. ഇതോടനുബന്ധിച്ചുള്ള ചില വർക്കുകൾ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ തരുന്നതായിരിക്കും. അത് നിങ്ങൾ വ്യക്തമായി ചെയ്യുക. സംശയങ്ങൾ എന്തും നിങ്ങൾക്ക് ചോദിക്കാം. ഗുഡ് ബൈ.